ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു വ്ളോഗ് വീഡിയോ ആണ്. ഞങ്ങളുടെ ട്യൂഷൻ ടീച്ചർക്ക്, ട്യൂഷൻ ചേച്ചിക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കും. ഗിഫ്റ്റ് പറഞ്ഞാൽ അത്ര വലിയ സംഭവമല്ല, പക്ഷെ ഞങ്ങൾക്കത് വലിയ സംഭവം, അത് സർപ്രൈസായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ കണ്ട പേഴ്സൊക്കെ എൻ്റെ ഫ്രണ്ട് ഏഗം ഉണ്ടാക്കിയതാണ്. കഴിവ് തന്നെ അവൾ മുഖം കാണിക്കുകയൊക്കെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കൈയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പേഴ്സൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ അതിൽ ആ ഒരു പേഴ്സ് നമ്മൾ ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട്, ഇവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് പറഞ്ഞിട്ട്. അപ്പോൾ ഹാമ്പറാണ് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് വന്നപ്പോൾ ഹാമ്പറൊന്നും ആയിപ്പോയില്ല. പിന്നെ ആദ്യം മുതൽ തന്നെ ചെയ്തു വന്ന് ഡയറി മിൽക്കൊക്കെ വെക്കണം കണ്ട. പിന്നെ അതിൻ്റെ അടിയിൽ ഫോട്ടോ ഉണ്ട് കേട്ടോ, പോളറിറ്റ്സ് പോലത്തെ ഫോട്ടോ, ചെറിയ മിനി ഫോട്ടോസ്. അപ്പോൾ ഞാൻ അതിൻ്റെ മേൽ ഡയറി മിൽക്ക് വെച്ച് അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, എങ്ങനെ ബുദ്ധി. പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനം വെച്ച് ഈ ഒരു പേഴ്സ് ഇതും അവൾ ഉണ്ടാക്കിയത് തന്നെയാണ്, ഏകും. അപ്പോൾ ഏകും എന്ന് ഞാൻ അവളെ വിളിക്കാറ്. അപ്പോൾ നമ്മളതും വെക്കിയിട്ടുണ്ട്. അത് ആകെ സെറ്റ് ചെയ്ത് ഫുൾ. പിന്നെ അവൾക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ പരിപാടി കാണിക്കുന്നു. പിന്നെ അത് ഒട്ടിച്ച് വന്നപ്പോൾ പശയല്ല സെല്ലോ ടേപ്പ് തീർന്നു. അപ്പോൾ എങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ സംഭവം വെച്ചിട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുത്ത്, ഇനി അത് ഇരിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പം ഞങ്ങളിത് കൊടുക്കാൻ പോവുകയാണ് ഒരു വൈകുന്നേരം ടൈം ആയപ്പോൾ. ഇനിയാണ് ട്വിസ്റ്റ്, ചേച്ചി അവിടെ ഇല്ല. പിന്നെ പിറ്റേ ദിവസം ചേച്ചി അവിടെ ഉള്ള ടൈമിൽ ഞങ്ങൾ മെല്ലെ, ഞങ്ങൾക്ക് മുകളിലാണ് ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ ആ മുകളിലേക്ക് തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം സൗണ്ട് ഉണ്ടാക്കാതെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മൂത്ത ചേച്ചിയാണ് കഴിഞ്ഞ കൊല്ലം വരെ ട്യൂഷൻ എടുത്തത്, ഇപ്പോൾ ചെറിയ ചേച്ചിയാണ് എടുക്കണതെന്നേ ഉള്ളൂ. അപ്പോൾ മൂത്ത ചേച്ചി ഞങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും ഇടയിൽ കൂടെ അങ്ങനെ തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ ഞങ്ങൾ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങളിവിടെ എത്തിയിട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ചെറിയ ചേച്ചിയോടായിരുന്നു എല്ലാ ഇൻഫർമേഷനും വെച്ചിട്ടുണ്ടായിരുന്നു, ഇക്കൊല്ലം മൂത്ത ചേച്ചിയോട്. എങ്ങനെയുണ്ട്. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് അവിടെ വെച്ചു, എന്നിട്ട് ഒരു റൂമിൽ കയറി ഒളിച്ചിരുന്ന്. അപ്പം മൂത്ത ചേച്ചി എന്തോ ഫേസ് വാഷ് എടുത്തുകൊണ്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് മോളിൽ കയറ്റിയിട്ടു. പക്ഷെ ചേച്ചി ഗിഫ്റ്റ് കണ്ടില്ല. പിന്നെ ഫോണിൻ്റെ സൗണ്ട് കേട്ടപ്പോഴാണ് ചേച്ചി ഇങ്ങോട്ട് നോക്കണേ. സത്യം പറഞ്ഞ ചേച്ചി സർപ്രൈസ് ആവില്ലേ, ഇത് പേടിക്ക്. ഇതെന്താ സംഭവം വെച്ചിട്ട് എന്ന് വെച്ചാൽ റൂമിൻ്റെ ഉള്ളിൽ ക്യാമറയുടെ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഒരു സൗണ്ടും കേട്ടപ്പോൾ ആരെങ്കിലും പേടിക്കല്ലോ. അപ്പോൾ ചേച്ചിക്ക് ഇതെന്താന്ന് കത്തിയില്ല, എന്താ സംഭവം, ഇതെന്താ ഇവിടെ നടക്കണമെന്നൊക്കെ. പിന്നെ ഞങ്ങളായതുകൊണ്ട് നല്ല പണിയും കൊടുക്കുക എന്നുള്ളത് ഉണ്ട്, സ്വാഭാവികം. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ് ഒന്ന് തുറന്നു നോക്കി ചേച്ചി എന്നിട്ട് ചേച്ചി തുറന്നു നോക്കുകയാണ്. അത് തുറന്നെടുക്കാൻ ചേച്ചി വളരെയധികം കഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അമ്മാതിരി രീതിയിലാണ് ഇതൊന്ന് കെട്ടിപ്പൂട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തുറക്കാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എങ്ങനെയൊക്കെയോ ആദ്യത്തെ പൊതി ഒന്ന് പൊളിച്ചെടുത്തു. ഇതാണ് ഞങ്ങളുടെ അർച്ചനേച്ചി, അതാണ് അശ്വതേച്ചി. ഓക്കെ, അത് മുത്തേച്ചി, ഇത് ചെറിയേച്ചി. ഇപ്പോൾ കാണുമ്പോൾ ഒരു ബിരിയാണി പൊതിയൊക്കെ പോലെ തോന്നും, അത് തികച്ചും സാങ്കല്പികം മാത്രം കേട്ടോ. ഞങ്ങളല്ലേ പൊതിഞ്ഞെടുത്ത്. ഞങ്ങൾ ചേച്ചിമാരായിട്ട് ഭയങ്കര വൈബാണ്, പിന്നെ നല്ല കമ്പനിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടുള്ളത്. പിന്നെ ഏഗോ ഉണ്ടാക്കിയ സംഭവമൊക്കെ കണ്ടപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഡയറി മിൽക്കിൻ്റെ ഉള്ളിൽ തുറന്നു നോക്കുമ്പോൾ ചേച്ചി നോക്കിയതാണ്. അപ്പോൾ ചേച്ചിമാരും ഹാപ്പി, ഞാനും ഹാപ്പി, ഏഗും ഹാപ്പി, അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. അപ്പം ഇനി ബാക്കി വീഡിയോകൾ കണ്ടിട്ടായോ. സന്തോഷം കാര്യമായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായി, മീൻസ് സർപ്രൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചോദിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.